ശമൂവേലിന്റെ രണ്ടാം പുസ്തകം 9-ാം അധ്യായം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്നവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, രണ്ടു കാലും മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ അമ്മീലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മീയേലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശത്തിനോട് എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫീബോശത്ത് നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫീബോശത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. അവന് മീഖ എന്നു പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫീബോശത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫീബോശത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ കാല് രണ്ടും മുടന്തായിരുന്നു. ശമൂവേലിന്റെ രണ്ടാം പുസ്തകം 10-ാം അധ്യായം. അതിന്റെ ശേഷം അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ്, ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകന് ഞാനും ദയ ചെയ്യും എന്ന് പറഞ്ഞ് അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്കു പറയുവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിതരായിരുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ച്, നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പിൻ, പിന്നെ മടങ്ങി വരാം എന്ന് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നു എന്ന് അമ്മോന്യർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബേത്ത് രഹോബിലെ അരാമ്യരിൽ നിന്നും സോബയിലെ അരാമ്യരിൽ നിന്നും 20,000 കാലാളുകളെയും 1000 പേരുമായി മാഘ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും ശൂരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യരും പുറപ്പെട്ടു പട്ടണവാതിൽക്കൽ പടയ്ക്ക് അണിനിരന്നു. എന്നാൽ സോബയിലെയും രഹോബിലെയും ആരാമ്യരും തോബ്യരും മാഖ്യരും തനിച്ച് വെളിമ്പ്രദേശത്തായിരുന്നു. തന്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്ത് അരാമ്യരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമ്മോന്യരുടെ നേരെ നിരത്തേണ്ടതിന് തന്റെ സഹോദരനായ അബീഷായിയെ ഏൽപ്പിച്ച് അവനോട്, അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്ക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്ക് അടുത്തു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി.
അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബീശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരെ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി. ഹദദേസർ ആളയച്ചു നദിക്കരയുള്ള അരാമ്യരെ വരുത്തി. അവർ ഏലാമിലേക്ക് വന്ന് ഹദദേസറിന്റെ സേനാധിപതിയായ ശോബക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി യോർദാൻ കടന്ന് ഏലാമിൽ ചെന്നു. എന്നാറെ അരാമ്യർ ദാവീദിന്റെ നേരെ അണിനിരന്ന് പടയേറ്റു. അരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബകിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദദേസറിന്റെ ആസന്നന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രായേലിനുമായി സന്ധി ചെയ്ത് അവരെ സേവിച്ചു. അതിൽ പിന്നെ അമ്മോന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിൽ പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ച് ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തിയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് പറഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്ന് അവൾക്ക് ഋതുശുദ്ധി വരുത്തിയതുകൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണി ആയിരിക്കുന്നു എന്ന് ദാവീദിന് വർത്തമാനം അറിയിച്ചു. അപ്പോൾ ദാവീദ് ഹിത്യനായ ഊരിയാവെ തന്റെ അടുക്കൽ അയപ്പാൻ യോവാബിന് കൽപ്പന അയച്ചു. ഊരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിന്റെ പടജനത്തിന്റെ സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. ഊരിയാവ് തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ? നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനായ യോവാവും യജമാനന്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണ്, നിന്റെ ജീവനാണ്, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്കുക, നാളെ നിന്നെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്നും യെരൂശലേമിൽ താമസിച്ചു. പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്തു. അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് തന്നെ യജമാനന്റെ ഭൃത്യന്മാരോടുകൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. ദാവീദ് യോവാബിന് ഒരു എഴുത്ത് എഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവിൻ എന്നെഴുതിയിരുന്നു. അങ്ങനെ തന്നെ യോവാബ് ആ പട്ടണത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ടു യോവാബിനോട് പടവെട്ടിയപ്പോൾ ദാവീദിന്റെ സേവകരായ പടജനത്തിൽ ചിലർ പട്ടുപോയി. ഹിത്യനായ ഊരിയാവ് മരിച്ചു. പിന്നെ യോവാബ് ആ യുദ്ധവർത്തമാനമൊക്കെയും ദാവീദിനോട് അറിയിപ്പാൻ ആളയച്ചു. അവൻ ദൂതനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ യുദ്ധവർത്തമാനം ഒക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ച്, നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്തു ചെന്ന് പടവെട്ടിയത് എന്ത്? മതിലിന്മേൽ നിന്ന് അവർ എയ്യുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? യെരുബ്ബേശലിന്റെ മകനായ അബീമേലെക്കിനെ കൊന്നത് ആർ? ആ സ്ത്രീ മതിലിന്മേൽ നിന്ന് തിരികല്ലിൽ പിള്ള അവന്റെ മേൽ ഇട്ടതുകൊണ്ടല്ലയോ അവൻ തേബേസിൽ വെച്ച് മരിച്ചത്? നിങ്ങൾ മതിലിനോട് ഇത്ര അടുത്തു ചെന്നത് എന്ത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞാൽ, നിന്റെ ഭൃത്യൻ ഹിത്യനായ ഊരിയാവ് മരിച്ചുപോയി എന്ന് പറക. ദൂതൻ ചെന്ന് യോവാബ് പറഞ്ഞയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാൽ, ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ച്
വെളിമ്പ്രദേശത്തേക്ക് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിൽക്കലോളം അവരെ പിന്തുടർന്നതും അടുത്തുപോയി. അപ്പോൾ വില്ലാളികൾ മതിലിന്മേൽ നിന്ന് നിന്റെ ചേവകരെ എയ്തു. രാജാവിന്റെ ചേവകരിൽ ചിലർ പട്ടുപോയി. നിന്റെ ഭൃത്യൻ ഹിത്യനായ ഊരിയാവ് മരിച്ചു. അതിന് ദാവീദ് ദൂതനോട്, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്. വാൾ അങ്ങുമിങ്ങും നാശം ചെയ്യും. പട്ടണത്തിന് നേരെ ശക്തിയോടെ പൊരുതി അതിനെ നശിപ്പിച്ചു കളക എന്ന് നീ യോവാബിനോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തണം എന്ന് കൽപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവന്റെ ഭാര്യയായി. അവനൊരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അതവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവന്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവനൊരു മകളെ പോലെയും ആയിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തന്റെ അടുക്കൽ വന്ന വഴിപോക്കിനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സില്ലാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ച് തന്റെ അടുക്കൽ വന്ന ആൾക്കു വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന് നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്തു തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുകെ സൂര്യന്റെ വെട്ടത്തു തന്നെ നടത്തും. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. ഊരിയാവിന്റെ ഭാര്യ ദാവീദിനെ പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്തു കിടന്ന് രാത്രി മുഴുവൻ നിലത്തു കിടക്കുകയും ചെയ്തു. അവന്റെ ഗ്രഹപ്രമാണികൾ അവന്റെ നിലത്തു നിന്ന് എഴുന്നേൽപ്പിപ്പാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അവനോട് കൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ 7-ാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞു ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്കു തന്നെ വല്ല കേടും വരുത്തും എന്നവർ പറഞ്ഞു. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തന്റെ ഭൃത്യന്മാരോട്, കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്തു നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്ന് അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന് മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്നത് എന്ത്? കുഞ്ഞ് ജീവനോടിരുന്ന സമയം നീ അവന് വേണ്ടി ഉപവസിച്ചു കരഞ്ഞു. കുഞ്ഞു മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിനവൻ, കുഞ്ഞു ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ചു കരഞ്ഞു. കുഞ്ഞു ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു.
ഇപ്പോഴോ അവൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ ഭാര്യയായ ബത്ശേബയെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവളോട് കൂടെ ശയിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യെരീദ്യാവ് എന്ന് പേർ വിളിച്ചു. എന്നാൽ യോവാബ് അമ്മോന്യരുടെ രബ്ബായോട് പൊരുതി രാജനഗരം പിടിച്ചു. യോവാബ് ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച്, ഞാൻ രബ്ബായോട് പൊരുതി ജലനഗരം പിടിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയം ഇറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തെയൊക്കെയും ഒന്നിച്ചുകൂട്ടി രബ്ബായിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്ന് എടുത്ത് അതിന്റെ തൂക്കം 1 താലന്ത് പൊന്ന്, അതിന്മേൽ രത്നം പതിച്ചിരുന്നു. അവർ അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുവന്നു. അവിടുത്തെ ജനത്തെയും അവൻ പുറത്തു കൊണ്ടുവന്ന് അവരെ ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലയ്ക്കുമാക്കി അവരെ കൊണ്ട് ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു. അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ആ ദാവീദും സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു.